ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇതെൻ്റെ അമ്മയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മേക്ക് ചെയ്തെടുത്തിരിക്കുന്ന ക്ലിപ്പാണിത്. അപ്പോൾ നമുക്കിതിൻ്റെ മേക്കിംഗ് വീഡിയോ കാണാം. വളരെ സിമ്പിളായിട്ട് മേക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള, അതായത് ഒട്ടും തന്നെ പൈസ മുടക്കാതെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ക്ലിപ്പാണ്. ഇതിന് ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ റീയൂസ്ഡ് ആണ്. അപ്പോൾ ക്ലോത്ത് ആണെങ്കിലും ഈ ഒരു ക്ലിപ്പാണെങ്കിലും ഒക്കെ മുന്നേ ഉപയോഗിച്ചിട്ടുള്ള ഒരു ക്ലിപ്പുകളാണ് കേട്ടോ. ക്ലിപ്പാണ് എടുത്തിട്ടുള്ളത്. ക്ലോത്ത് ആണെങ്കിലും അതുപോലെ തന്നെ ഒരു ഇവിടെ ഉണ്ടായിരുന്ന പഴയൊരു കുർത്തയുടെ പീസൊക്കെ എടുത്ത് വെച്ചിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള, എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള, ചെറിയ സമയത്തിനുള്ളിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ ക്ലിപ്പാണ്. അപ്പോൾ നമുക്കിതിൻ്റെ മേക്കിംഗ് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ മേക്ക് ചെയ്തെടുക്കാനായിട്ട് കാര്യമായിട്ടൊന്നും വേണ്ട, നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന ക്ലോത്ത് തന്നെ. പിന്നെ പഴയ ക്ലിപ്പ് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി കേട്ടോ. ക്ലിപ്പ് തന്നെ ചെയ്യണമെന്നില്ല, ഹെയർ ബാൻഡ് വെച്ചിട്ടാണെങ്കിലും ചെയ്യാം, ഹെയർ ബാൻഡിലാണെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു പീസിൻ്റെ നല്ല വശങ്ങൾ ഒരുമിച്ച് വെച്ചിട്ട് 4 ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ക്രോസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ വരച്ചിട്ട് വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ഈ 4 ഭാഗം വരച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തതിന് ശേഷം ഒന്ന് അയൺ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു ചെയ്തെടുത്തിരിക്കുന്ന ഈ ഒരു ക്ലോത്തിനെ നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് 4 ഭാഗത്ത് വരുന്ന ആ ഒരു പൊങ്ങി നിൽക്കുന്ന ഭാഗങ്ങളൊന്ന് കട്ട് ചെയ്തിട്ട് ഷേപ്പാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു പീസിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 9 സെൻറ്റിമീറ്റർ ലെങ്ത്തും 9 സെൻറ്റിമീറ്റർ വിഡ്ത്തുമാണ്. അപ്പോൾ ഇനി നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്ന പീസ് ഈ ഒരു ഷേപ്പിന്, അതായത് ഇപ്പോൾ കട്ട് ചെയ്തിരിക്കുന്നതിൻ്റെ കണക്കാക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതൊരു 11 or 12 സെൻറ്റിമീറ്റർ ലെങ്ത്തിലായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഈ ഒരു ഷേപ്പിന് കണക്കാക്കിയിട്ട് ഒരു ക്ലോത്ത് കട്ട് ചെയ്തെടുത്താൽ മതി, മെഷർമെൻറ്റ് വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ ഇതും നല്ല വശങ്ങൾ ഒരുമിച്ച് ചേർത്തിട്ട് 4 വശങ്ങളും ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആ ഗ്യാപ്പിലൂടെ നമുക്ക് നല്ല വശത്തേക്കൊന്ന് മറിച്ചിടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് മാത്രം വിട്ടാൽ മതി കേട്ടോ. ബാക്കി ഭാഗങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് കാണാം. 4 വശങ്ങളും ഞാനപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പ് വഴി ഞാൻ നല്ല വശത്തേക്ക് മറിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്യാപ്പ് നമുക്കിനി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ചാണെങ്കിലും റണ്ണിങ് സ്റ്റിച്ചാണെങ്കിലും കുഴപ്പമില്ല. ത്രെഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല ഭാഗം പ്രത്യേകിച്ച് കാണാൻ. ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ആദ്യം ഒന്ന് മിഡിലൂടെ ഒന്ന് മടക്കിയിട്ട് ആ ഒരു മാർക്കിലൂടെ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്ക് ആ ഒരു സ്റ്റിച്ചിലൂടെ തന്നെ പോകുമ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് പാർട്ടായിട്ട് നമുക്ക് കിട്ടുമല്ലോ. 2 സൈഡും ഒരേ സൈസിൽ വരുമല്ലോ. അതിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അതിന് ശേഷം നമുക്ക് ഈ ഒരു മിഡിൽ ഭാഗത്ത് ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ടൊരു ടൈ ചെയ്തെടുക്കണം. മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചു തന്നതുപോലെ ചെറിയൊരു പീസ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാനപ്പോൾ ഈ ഒരു യെല്ലോ കളറിലുള്ളൊരു ചെറിയൊരു പീസ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഭാഗത്തോട് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുത്തിട്ട് ടൈ ചെയ്ത് വെക്കണം. ഓക്കെ. അപ്പോൾ ഈ ഒരു ഭാഗം ടൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ക്ലിപ്പ് കൂടി അറ്റാച്ച് ചെയ്തിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു മിഡിൽ ഭാഗത്തോടെ ഇതൊന്നും മടക്കിയിട്ട് ഇത്രയും സൈസിലായിട്ടൊന്ന് ടൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ 2 പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്തതിന് ശേഷം ആ ഒരു ക്ലിപ്പ് കൂടി അതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് താഴെ ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. സോറി. ഈ ഒരു ക്ലിപ്പ് തന്നെ ഇതിൻ്റെ ഈ ഒരു അടിഭാഗത്തോടെ വെച്ചിട്ട് നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അത്രേ ആവശ്യമുള്ളൂ. ഗ്ലൂവിൻ്റെ ആവശ്യമൊന്നും ഒട്ടും വരുന്നില്ല. അപ്പോൾ നമ്മുടെ ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പം മേക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള, ഒട്ടും തന്നെ പൈസ മുടക്കാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ക്ലിപ്പാണ്. അപ്പോൾ തുടക്കക്കാരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി എന്താ പറയുക, സെയിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ ആദ്യം വീട്ടിൽ വരുന്ന ക്ലോത്തൊക്കെ വെച്ച് ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ക്ലോത്ത്, അതായത് പാറ്റേൺ ക്ലോത്തൊക്കെ കിട്ടുമല്ലോ, അതൊക്കെ വാങ്ങിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. നല്ലൊരു ഡിസൈൻ തന്നെയാണ്. അപ്പോൾ ആൾക്കാർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ക്ലിപ്പിൽ വേണമെങ്കിൽ ചെയ്യാം, കുട്ടികൾക്കാണെങ്കിൽ ഹെയർ ബാൻഡിലും ഹെയർ ബാൻഡിലൊക്കെ ആണെങ്കിലും ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതായത് ഇതിൻ്റെ ഒരു ചെറിയൊരു സൈസിലും മീഡിയം സൈസിലും ലാർജിലും ഒക്കെ ആക്കി നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ്.
പിന്നെന്താ അപ്പോൾ ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെന്താ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ സപ്പോർട്ട് ചെയ്യണം. ഇനി നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. പിന്നെന്താ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ നാട്ടിലായത് കാരണം വീഡിയോ ഒക്കെ ചിലപ്പോൾ ചെറിയൊരു ഗ്യാപ്പൊക്കെ വരും, എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഹെയർ ആക്സസറി ആയി കാണാം. ബൈ ബൈ, താങ്ക് യു.